CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കാഞ്ഞങ്ങാട് പതാക ഉയരും. രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള പതാക കൊടിമര ദീപശിഖാ ജാഥകൾ വൈകുന്നേരം സമ്മേളന നഗരിയിലെത്തും. പ്രതിനിധി സമ്മേളനം നാളെ തുടങ്ങും. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാടാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് പ്രത്യേകം തയ്യാറാക്കിയ AK നാരായണൻ, K കുഞ്ഞിരാമൻ നഗറിൽ ബുധനാഴ്ച രാവിലെ മുതൽ പ്രതിനിധി സമ്മേളനം നടക്കും. ജില്ലയിലെ 27,904 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച 12 ഏരിയകളിൽ നിന്നും ഏരിയ സമ്മേളനം തെരഞ്ഞെടുത്ത 281 പേരും 36 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 317 പ്രതിനിധികൾ പങ്കെടുക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുകയാണ്. പതാക ജാഥകൾ, അത്ലറ്റ്സുകൾ അനുധാവനം ചെയ്യുന്ന ചുവപ്പ് വളണ്ടിയർമാരടക്കമുള്ള ഈ ജാഥയെല്ലാം വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ സംബന്ധിക്കുകയാണ്. സമ്മേളനത്തിൽ 3 ദിവസക്കാലമായി 316 പ്രതിനിധികളാണ് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. പ്രതിനിധി സമ്മേളന നഗരിയിലേക്കുള്ള പതാക പൈവളികെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും, കൊടിമരം കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും, പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക മുനയംകുന്ന് രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും, കൊടിമര ജാഥ ചീമേനി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും, ദീപശിഖകൾ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും എത്തിക്കും. അത്ലറ്റുകളും റെഡ് വളണ്ടിയർമാരും അനുഗമിക്കും. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ സംഗമിച്ച പൊതുസമ്മേളനം നടക്കുന്ന നോർത്ത് കോട്ടച്ചേരിയിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിലെത്തിയ ശേഷം പതാക ഉയർത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ MLA, ആനാവൂർ നാഗപ്പൻ, PK ബിജു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.